ഗുളിക കൂടി കഴിച്ചിട്ട് ഉറങ്ങാം. ഇതാ ഇന്നലെ രാത്രി പോയ മൂത്തോനും കുടുംബവും അമേരിക്കയിൽ എത്തിക്കാണൂലടി. എത്തിക്കാണും. ഇന്ന് വൈകിട്ട് പോയ ഇളയത്തങ്ങളും കുടുംബവും ഒക്കെ ദുബായിലും എത്തിക്കാണുമല്ലോ അല്ലേ? ഓരോ എത്തിക്കാണും. ആരും വിളിച്ചില്ലല്ലോടി ഇതുവരെ. നിങ്ങൾ എന്തൊരു പറയണ മനുഷ്യ. വിമാനത്തിൽ മണിക്കൂറുകളോളം യാത്ര ചെയ്യണല്ലേ, ക്ഷീണങ്ങൾ കാണൂലേ? കുസൃതി മക്കളെല്ലാം കൂടി ഒരു മാസം ഇവിടെ കിടന്ന് തല കുത്തി മറിഞ്ഞല്ലേ പാവങ്ങള്. പോവാൻ തീരെ ഇഷ്ടമില്ലായിരുന്നു. നല്ല വിഷമങ്ങൾ കാണും. അപ്പൂപ്പനോട് എന്തൊരു സ്നേഹമായിരുന്നു കൊച്ചുമക്കൾക്കെല്ലാം. നിങ്ങൾക്ക് വയ്യാത്തോണ്ട് ഓരിക്കെല്ലാം നല്ല വിഷമങ്ങളായിരുന്നു. പക്ഷെ നിങ്ങൾ ആശുപത്രിയിലാണെന്ന വിഷമം അവത്തങ്ങളെ ബഹളത്തിലും കുസൃതിയിലും ഞാനങ്ങ് മറന്നു. ആശുപത്രിയിലോട്ട് പോണതും വരണതും ഒക്കെ എന്തൊരു ബഹളത്തിലായിരുന്നു. ചെവി തല കേൾപ്പിക്കില്ലായിരുന്നു. കള്ള തിരുമാലികള്. ഈ വായാടി അമ്മൂമ്മേ പിള്ളരിക്കങ്ങ് പിടിച്ച് എന്ന് പറഞ്ഞാ മതിയല്ലോ. ചെറുതങ്ങൾ രണ്ടെണ്ണം ജനിച്ചതിന് ശേഷം അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ ആദ്യമായിട്ട് കാണണല്ലേ പാവങ്ങള്. വലിയ വലിയ പട്ടണത്തിൽ ജനിച്ചു വളർന്ന പിള്ളേരല്ലേടി. അവർക്ക് ഈ നാടും ഈ അപ്പൂപ്പനെയും അമ്മൂമ്മയൊക്കെ ഭയങ്കര അതിശയങ്ങളായിരിക്കും. അടി വാങ്ങിച്ചു കൂട്ടണ കുസൃതികളല്ലേ കയ്യിലിരിക്കണം. ഈ ഫ്ലാറ്റിൻ്റെ ഈ 30ാം നിലയിലെ കൂടാരത്തിൽ നിന്നും നോക്കുമ്പോൾ ദേ ആ കാണുന്ന ആകാശം നീ കണ്ടോ? അതിൻ്റെ അങ്ങേ അറ്റത്തായി ഒരു വര പോലെ കാണുന്ന ആ കടൽ നീ കണ്ടോ? കണ്ടു. ഈ കടലും ഈ ആകാശവും ഒക്കെ താണ്ടി ഇനി എന്നാടി നമ്മുടെ മക്കള് നമ്മുടെ അടുത്തുനിന്ന് എത്തണത്? നിങ്ങൾ എന്തൊരു പറയണ മനുഷ്യ. അതിനല്ലേ വിമാനമൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ലീവുകൾ കിട്ടുമ്പം അവര് വിമാനത്തിൽ കയറി പെട്ടെന്ന് ഇങ്ങനെ വരൂലേ? ദൈവം സഹായിച്ച് എനിക്ക് അസുഖം വന്നോണ്ട് 3 മക്കളെയും ചെറുമക്കളെയും മരുമക്കളെയും ഒക്കെ ഒരുമിച്ച് കാണാൻ പറ്റി. പക്ഷേ 1 മാസം ദാന്ന് പറഞ്ഞങ്ങ് പോയി. ആശുപത്രിയിൽ നിന്ന് വീട്ടിലോട്ട് കയറി അവരെല്ലാം തിരിച്ചും പോയി. അസുഖം പെട്ടെന്ന് മാറേണ്ടിരുന്നല്ലേടി. എന്താ മനുഷ്യനെ ഇങ്ങക്ക്? ആശുപത്രി കിടന്ന് മതിയായില്ല ഇങ്ങക്ക്? ഇത് നല്ല കൂത്തുകൾ തന്നെ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞതാ. ഞാൻ പറഞ്ഞിട്ടാ 1 മാസം എന്നെ അവിടെ കിടത്തിയത്. അതുകൊണ്ട് അത്രയും നാൾ അവരെ ഒരുമിച്ച് കാണാൻ പറ്റി. എന്തൊരു മനുഷ്യനാ. കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ കിടന്ന് കരയണ. അങ്ങെത്തിയിട്ടും ആരും വിളിക്കാത്തണ്ടാടി. വിളിക്കും. ക്ഷീണങ്ങളൊക്കെ മാറുമ്പം വിളിക്കും. നിങ്ങൾ മിണ്ടായിരിക്കേ. നോക്ക്, രാവിലെ അവര് വിളിക്കും. നിങ്ങൾ വാ. നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ നോക്ക് മനുഷ്യ. വാ. ഉറക്കം വരുന്നില്ലടി. ഇന്നലെ അവര് എന്തൊരു സന്തോഷമായിരുന്നു. പിള്ളേരും
അവരുടെ കുസൃതി ബഹളവും ഓരോന്നാലോചിക്കുമ്പോൾ തൊണ്ട മുറിയണ പോലെ കരച്ചിൽ വരും. നിനക്കൊരു കാര്യം അറിയാമോ? ഇനി ഒരിക്കലും നമ്മളെ 3 മക്കളെയും ചെറുമക്കളെ എല്ലാം ഒരുമിച്ച് കാണാൻ നമുക്കിനി പറ്റൂല. അതെന്താ പറ്റാത്തെ? നമ്മൾ ആരെങ്കിലും സുഖമില്ലായിരുന്നാലേ അവരൊരുമിച്ച് ഇനിയും വരും. ഒരുമിച്ച് വരും, പക്ഷേ നമ്മളിൽ ഒരാൾക്ക് മാത്രമേ ഇനി അവരെ ഒരുമിച്ച് കാണാൻ പറ്റൂ. അതിനുള്ള ഭാഗ്യം നിനക്കായിരിക്കും. ആദ്യം മരിക്കുന്നത് ഞാനായിരിക്കും. ഒരാള് മരിച്ചാലേ ലീവുകൾ കിട്ടി അവർക്ക് വരാൻ പറ്റൂ, അല്ലേടി? നിങ്ങൾ അതും ഇതും പറയാതെ മിണ്ടായി മനുഷ്യ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അവരെ ഇത്രയൊക്കെ പഠിപ്പിച്ചോണ്ടല്ലേ വലിയ വലിയ ജോലികൾ നോക്കി ദൂരെ ദൂരെ രാജ്യങ്ങളിലോട്ടൊക്കെ അവർ പോയത്. പഠിപ്പും പത്രാസും ഒക്കെ ഉള്ള മക്കളെ ഒന്നും ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല മനുഷ്യനെ. അവരെയൊക്കെ പഠിപ്പിക്കുക എന്തോരം കഷ്ടപ്പെട്ടതാടി. അതിനു വേണ്ടി എന്തെല്ലാം ജോലികളാണ് ചെയ്തത്. ഇപ്പൊ തോന്നണം അത്രയൊന്നും പഠിപ്പിക്കണ്ടായിരുന്നു. ഞാൻ ലൈറ്റ് അണയ്ക്കാൻ പോകണം. ഇല്ല നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ കൂടി ഉറക്കൂല. ആദ്യം മരിക്കണത് ഞാനായിരിക്കും. അവരെയൊക്കെ കാണാനുള്ള ഭാഗ്യം നിനക്കായിരിക്കും. എന്നെ സമാധാനിപ്പിച്ച് ലൈറ്റും അണച്ചിട്ട് നിന്ന് കരയണ നീ? ബാ, വന്ന് കിടക്ക്. ഇങ്ങനെ നീ നിന്ന് കരഞ്ഞ് വല്ലതും വരുത്തി വെച്ചാലേ ഒടുവിൽ മക്കളെല്ലാം ഒരുമിച്ച് വരുമ്പോൾ കാണാൻ ഞാൻ മാത്രമേ കാണൂ. നിനക്ക് കാണണ്ടേ അവരെ? ബാ, വന്ന് കിടക്ക്. ഇനി ഞാൻ ഒന്നും പറയില്ല. വന്നേ, വാ, വന്ന് കിടക്ക്. ബാ. കരയണ്ട, ഞാൻ ഇനി ഒന്നും പറയില്ല. നിങ്ങൾ മരിച്ചാലേ ഓരെല്ലാം വരുമായിരിക്കും. കുറച്ചു ദിവസം കഴിയുമ്പോ എന്നെ കുറെ സന്തോഷിപ്പിച്ചിട്ട് ഓരെല്ലാം കയറി പോവും. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്നിട്ട് എന്തിനാ മനുഷ്യനെ? അപ്പന്റെ അമ്മയുടെയും കൂടെ നിൽക്കാനൊന്നും മക്കൾക്ക് പറ്റിയെന്ന് വരില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കിങ്ങനെ മിണ്ടിയും പറഞ്ഞു ഒന്ന് കഴിയാം. അല്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇങ്ങനെയില്ലാതെ എനിക്ക് മാത്രം അവരെ കാണണ്ട. അങ്ങനെ കണ്ടിട്ട് എന്തിനാ മനുഷ്യനെ? ഇപ്പം പറയാനും കേൾക്കാനും നിങ്ങൾക്ക് ഞാനും എനിക്ക് നിങ്ങളും ഉണ്ടല്ലോ. എനിക്ക് അത് മതി. നിങ്ങൾ മരിച്ചാലേ എനിക്ക് മക്കളെ കാണാൻ പറ്റുള്ളൂ. എങ്കിൽ എനിക്ക് അവരെ കാണണ്ട മനുഷ്യനെ.